കേരളത്തിന്റെ സ്വന്തം സഞ്ജു രണ്ടാമത്തെ മാൻ ഓഫ് ദ മാച്ച് സീരീസ് അവാർഡ് സ്വീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് പറയുന്ന ഒരു ബൈറ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ബുംറ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു, അദ്ദേഹത്തിനാണ് ഈ അവാർഡ് ഞാൻ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അഭിഷേക് ശർമ്മനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അവന് ചിലപ്പോൾ ഫൈനലിലേക്ക് അവന്റെ എല്ലാ കഴിവും മാറ്റി വെച്ചതാക്കാൻ അവന്, അതായത് ഫോം ആവാന് ചിലപ്പോൾ ഫൈനലിലായിരിക്കും സാധിക്കുക എന്ന് പറയുന്നുണ്ട്. ആ അഭിഷേക് ശർമ്മക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. കാരണം ഫൈനൽ തുടങ്ങാൻ പോണേ ഉള്ളൂ. ആളുകളൊക്കെ തള്ളി പറയുമ്പോഴും നമ്മളൊരാളെ ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ അപ്പൊ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇതുപോലെ സഞ്ജുവിനും നമ്മളൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും തള്ളി പറഞ്ഞു, കേരളത്തിൽ തന്നെ പല ആൾക്കാരും തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ക്രിക്കറ്റിനെ അറിയാത്ത ആൾക്കാർ, അതല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരായിരിക്കും. നമ്മളൊക്കെ നെഞ്ചിടിപ്പോടുക്കനെയാണ് സഞ്ജുവിന്റെ കളി കാണുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെയും ചേർത്ത് പിടിക്കാൻ ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കാണ്. കാരണം ഇംഗ്ലണ്ടിന്റെ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, 100 സംതിങ് റൺസ് എടുത്തിട്ട് ഫൈനലിൽ നമ്മളെയൊക്കെ പേടിപ്പിച്ച അദ്ദേഹത്തിന്റെ കൂടെയും ആ മാൻ ഓഫ് ദ മാച്ച് ഷെയർ ചെയ്തിട്ടൊരു ഫോട്ടോ ഇട്ടുണ്ട് സഞ്ജു. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ മലയാളികൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ്, ആ സ്നേഹം കൊടുക്കാനും ഒക്കെ. മലയാളികൾ പല ആൾക്കാരും തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനമാണ്. അതെന്നും അങ്ങനെ തന്നെ, ജയത്തിലും തോൽവിയിലൊക്കെ നമ്മൾ കൂടെയുണ്ട്. ഫൈനലിലും കൂടിയും ചേട്ടന് ഈ പൊളിക്കാൻ കഴിയട്ടെ, അതിന്റെ ഒരു വലിയൊരു ഭാഗമാകാൻ കഴിയട്ടെ. കാരണം നമുക്കൊക്കെ തങ്കലിപികളാൽ എഴുതി വെക്കാൻ പറ്റും കേരളത്തിൽ നിന്ന് ഒരു പ്ലെയർ പോയിട്ട് ഒരു 2020 വേൾഡ് കപ്പ് ഒക്കെ അടിച്ചിട്ട് വരികയാണ്. കാരണം ഇവിടുന്ന് കളിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ മോട്ടിവേഷനും ആവും. എന്തൊക്കെയാണെങ്കിലും ചേട്ടൻ പൊളിയാണ്. ഫൈനലിലെ എല്ലാവിധ ഭാവങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആ കപ്പ് നമ്മളുടെ ഇന്ത്യ വിട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും താങ്ക്